ഇതാണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസ്. പഞ്ചായത്ത് ഓഫീസുകളെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത സങ്കല്പങ്ങൾ കടും നീലച്ചായം പൂശിയ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് തിരുത്തി എഴുതേണ്ടി വരും. കാരണം ഈ പഞ്ചായത്ത് ഓഫീസിന്റെ പൂമുഖത്തെത്തുമ്പോൾ തന്നെ സ്വാഗതം ചെയ്യുന്നത് ഒരു വീടിന്റെ സ്വീകരണ മുറി പോലെ സജ്ജീകരിച്ച ഫ്രണ്ട് ഓഫീസാണ്. ഇവിടെ ഏതാവശ്യത്തിനും നിങ്ങളെ സഹായിക്കുവാനായി ഹെൽപ്പ് ഡെസ്കും സ്റ്റാഫും മാത്രമല്ല, സൌജന്യമായി ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുക്കാനുള്ള സൌകര്യവും കാപ്പിയും ചായയും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒരു പരാതിക്കും ഇട നൽകാത്ത പ്രവർത്തനമാണ് ജനങ്ങൾക്ക് കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസിലെ സ്റ്റാഫ് നൽകുന്നതെങ്കിലും അതിനിടയിലും എന്തെങ്കിലും പാകപ്പിഴയോ പരിഭവമോ നിങ്ങൾക്കുണ്ടായാൽ അത് രേഖപ്പെടുത്തി ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ കണി കാണാനാവാത്ത പരാതിപ്പെട്ടിയും കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസിന്റെ പൂമുഖത്തുണ്ട്. സർക്കാർ ഓഫീസിലെ അഴിമതിക്കെതിരെ ഇവിടെ കാണുന്ന സത്യസന്ധവും ധീരവുമായ ഈ മുന്നറിയിപ്പ് ബോർഡ് പൊടിപിടിക്കാതെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കാണാനാകുമോ? മലയാളിക്ക് നേരിൽ കണ്ടാലല്ലാതെ വിശ്വസിക്കാനാവാത്ത ഒരു സർക്കാർ ഓഫീസായി കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസിനെ മാറ്റിയെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയായ 2020യുടെ പ്രതിനിധിയുമായ KV ജേക്കബിന്റെ വാക്കുകളിലേക്ക്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, പലപ്പോഴും ഒരു ഓണർഷിപ്പിനായാലും റെസിഡൻസ് സർട്ടിഫിക്കറ്റിനായാലും ആളുകൾ ദിനം പ്രതി ആഴ്ചകളോളം കയറിയിറങ്ങുന്ന ഒരു സ്ഥാപനമായിരുന്നു. അവിടെയാണ് ഒരു വലിയ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കർക്കശമായ നിലപാടുകൾ ജീവനക്കാരുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത് ജനങ്ങളുടെ പഞ്ചായത്താണ്. ജനങ്ങൾക്ക് സർവീസുകൾ വളരെ മാന്യമായിട്ട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് നിങ്ങൾക്ക് എന്തെല്ലാം സൌകര്യങ്ങൾ വേണം. അപ്പോൾ അവർ കുറെ സൌകര്യങ്ങൾ പറഞ്ഞു, കമ്പ്യൂട്ടർ വേണം, ഇതെല്ലാം വേണം. അതെല്ലാം അവർ പറയുന്ന മുറയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി. അവർ ഹെൽപ്പ് ഡെസ്ക് വേണമെന്ന് പറഞ്ഞു. ആ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമായ സർവീസ് കൊടുക്കുന്ന കാര്യത്തിൽ സ്റ്റാഫുകളുടെ കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ പോലും അതെല്ലാം പരിഹരിക്കുന്നതിന് ഇവിടുത്തെ മെമ്പർമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഇപ്പൊ പലപ്പോഴും നമുക്കറിയാം, ഒരു ഓണർഷിപ്പ് വേണമെങ്കിൽ എനിക്ക് തോന്നി ഈ പഞ്ചായത്തിൽ ഞങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും ആഴ്ചകളോളം കയറിയിറങ്ങി തെറി പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇവിടെ ആ ശൈലി മാറ്റിക്കൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് അവരിയ്ക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ചെന്ന് എന്താണ് പ്രശ്നമെന്ന് പഠിച്ച് ആ പ്രശ്നം സെക്ഷൻ ക്ലർക്കിന്റെ മുമ്പിൽ കൊണ്ടുപോയി അത് പരിഹരിച്ച് ആ സീറ്റിൽ തന്നെ നമുക്ക് സേവനങ്ങൾ കൊടുക്കുന്ന രീതിയാണ് ഞങ്ങൾ അവലംബിച്ചിട്ടുള്ളത്. പിന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പഞ്ചായത്ത് പലപ്പോഴും നമ്മൾ ആതിഥേയരായി വരുന്ന ജനങ്ങളെ ആതിഥേയത്തോടെ സ്വീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചുവപ്പ് നാട് എന്ന് പറയുമ്പോൾ ചുവപ്പ് നാട് സത്യമാണ്. പലപ്പോഴും ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്ക്. പലപ്പോഴും സെക്ഷൻ ക്ലർക്ക് ഇല്ല എന്നതിന്റെ പേരിൽ 2-3 ദിവസക്കാലം തിരിച്ചു പോരേണ്ട ഗതികളുണ്ടായിരുന്നു. സെക്ഷനിൽ നമുക്കൊരു സെക്രട്ടേറിയറ്റിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫയൽ തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ സെക്ഷൻ ക്ലർക്ക് അത്യന്താപേക്ഷമാണ്. പലപ്പോഴും രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് പോയിട്ട് ഫോൺ നമ്പർ പോലും ലഭിക്കില്ല നമുക്ക്. അപ്പൊ പലപ്പോഴും നമുക്കതിന് കഴിയാതെ വരും. നമ്മളിപ്പോ ഞങ്ങളെ സംബന്ധിച്ച് എറണാകുളത്ത് നിന്ന് 4-5 മണിക്കൂർ ബുദ്ധിമുട്ടി പോലും ഒരു ദിവസം പോകുന്നു. കാസർഗോഡ് നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ആ ഒരു മാനസികമായ നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് സർവീസുകൾ വളരെ വേഗത്തിൽ വിവര അവകാശമാണെങ്കിൽ പോലും അത് 30 ദിവസം എന്നുള്ളത് മാറ്റി സഡനായിട്ട് ഇപ്പൊ കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. ഇവിടെ ആളുകൾക്ക് സേവനം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും പാടില്ല. പലപ്പോഴും ഞങ്ങൾ അവരായിട്ട് പല വ്യത്യസ്തമായ NGO അസോസിയേഷൻ, NGO യൂണിയൻ ഉൾപ്പെട്ട ആളുകൾ ലീഡേഴ്സൊക്കെ ഉണ്ടാവും. ഞങ്ങളുമായി 2020 എന്ന ഒറ്റ ആശയം വെച്ചിട്ടാണ് അവർ ഒരു ടീമായി വർക്ക് ചെയ്യുന്നത്. അതിന്റെ വിജയമാണ് ഇതുവരെ 6 മാസക്കാലം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പൂമുഖം കടന്ന് കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസിന്റെ അകത്തളത്തിലേക്ക് എത്തിയാൽ നമ്മളൊന്ന് ഞെട്ടിപ്പോകും. ഇത്രയും വൃത്തിയും വെടിപ്പുമായി ഫയൽ കൂമ്പാരങ്ങളും മാറാലയും പൊടിപടലങ്ങളും ഇല്ലാത്ത ഒരു സർക്കാർ ഓഫീസ് നമ്മുടെ കേരളത്തിൽ കണ്ടാൽ ആരാണ് ഞെട്ടാത്തത്? പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഈ ബോർഡിൽ മാത്രമല്ല, ഓഫീസിനുള്ളിലെ ഓരോ സെക്ഷനിലും കാത്തുസൂക്ഷിക്കുന്ന ഈ ശുചിത്വത്തെക്കുറിച്ച്
കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി അജി. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ആൾക്ക് ഈ മാറാലയും അതും ഇതും ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ള ഒരു ഓഫീസിൽ കയറി ചെല്ലാനാണ് ഏവർക്കും ഇഷ്ടം. അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകളും നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രമേ അവർക്ക് ഒരു ഓഫീസിലേക്ക് വീണ്ടും അവരുടെ ആവശ്യങ്ങൾക്ക് ഓടിയെത്താനും ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരാൻ ഒരാളുണ്ട് എന്നുള്ള ബോധ്യവും ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. നമ്മളിവിടെ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. 2 സ്റ്റാഫ് ഉച്ചവരെ നമുക്ക് ചെയ്യാൻ ആളുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ എവിടെയും നമ്മളുടെ ശ്രദ്ധ അവിടെ ചെല്ലുന്നുണ്ട്. ഓരോ പൊട്ടും പൊടിയും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ അവരെയോട് പറഞ്ഞും നമ്മളാൽ സ്വയം ചെയ്തും നമ്മൾ പല കാര്യങ്ങളും നീറ്റാക്കി ഇടുന്നതിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പഞ്ചായത്ത് വളരെ ഭംഗിയായിട്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ വന്നിവിടെ ഞങ്ങളുടെ ഒരു ജനകീയ ഒരു ആവശ്യമെന്ന പോലെ ഞങ്ങൾ പഞ്ചായത്തിന് കിഴക്കമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾ വളരെ വ്യത്യസ്തമാണ്. കാരണം പണ്ട് മുതലുള്ള ഒരു മാറ്റങ്ങൾ തന്നെ നല്ലൊരു മാറ്റം ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടിനേക്കാളും നീറ്റായിട്ടുള്ള ഒരു ഓഫീസാണ് ഇപ്പോൾ പഞ്ചായത്തിൽ കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കയറി വരുന്നപ്പോൾ തന്നെ നമ്മളെ കാലത്ത് വീട്ടിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പെട്ടുപോകുന്നതാണെങ്കിൽ തന്നെ ഇവിടെ വരുമ്പോൾ ഒരു ചായ കുടിക്കാനുള്ള ഒരു സൗകര്യം, കയറി വന്നാൽ തന്നെ എല്ലാവരും മാന്യമായിട്ട് പെരുമാറാനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ. ഇപ്പോൾ ഒരു സെക്ഷനിലേക്ക് പോകണമെങ്കിൽ തന്നെ ഇന്ന സെക്ഷനിലാണെന്ന് പറഞ്ഞുതരാൻ ഫ്രണ്ട് ഓഫീസ് ഉണ്ട്. ഓഫീസിൽ അല്ലാതെ മറ്റ് സ്റ്റാഫുകളുണ്ട്, മെമ്പർമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരും സുതാര്യമായിട്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് നിലവിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ബിഷപ്പ് കൊണ്ട് അലയുന്ന ഒരു മനുഷ്യനും ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടായിക്കൂടാ. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുമാണ് ഒരു നേരം ഭക്ഷണം പദ്ധതിക്ക് ഞങ്ങൾ തുടക്കമിടുന്നത്. ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഇതിനകത്ത് എത്ര പേര് വരും, ഈ ജില്ലയിൽ നിന്ന് പല ആളുകൾ ചിലപ്പോൾ വന്നേക്കാം, വന്നാലും അവരെ ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നൊരു നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അതെല്ലാം ഒരു ടീം വർക്ക് കൊണ്ട് വരുന്ന ആളുകൾ, ഇപ്പം നമുക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണമെന്നില്ല, ഏതൊരു മനുഷ്യൻ ഫുഡ് അന്വേഷിച്ച് വരുമ്പോൾ ഈ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഫുഡ് കൊടുക്കാവുന്ന നയസമയമൊന്നും ഞങ്ങൾക്കില്ല. പട്ടിണി ആർക്കൊക്കെ ഉണ്ടോ അവർക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനും ഇത്രയൊരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇത് തന്നെയാണ്. ഇതാ കിഴക്കമ്പലത്തെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഈ ശുചിത്വ സുന്ദര ദൃശ്യങ്ങളിൽ നിന്നും ഇനി നമ്മുടെ എറണാകുളം ജില്ലയിലെ ഭരണസിരാകേന്ദ്രമായ കാക്കനാട് സിവിൽ